Hi, so good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. എന്തൊക്കെയുണ്ട് സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. The God, the greatest of all time, starring തലപതി വിജയ്, directed by വെങ്കട് പ്രഭു. ടു ബി ഫ്രാങ്ക്, ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനെക്കാട്ടിലും എനിക്ക് പേഴ്സണലി സെക്കൻഡ് ലുക്ക് പോസ്റ്ററാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ സെക്കൻഡ് ലുക്ക് പോസ്റ്ററിലാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിലിരിക്കണ വിജയ് ഗംഭീരമായിട്ടുണ്ട്, പിന്നാലിരിക്കണ വിജയ് മോശമായിട്ടുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. കാരണം പടം ഇറങ്ങിയിട്ടില്ല, നമുക്ക് ആ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല. ഇപ്പോൾ ഒബ്വിയസ്ലി സോഷ്യൽ മീഡിയക്കകത്ത് പിന്നാലിരിക്കുന്ന വിജയനെ കുറിച്ചിട്ട് കുറേ വിമർശനങ്ങളൊക്കെ ആക്ച്വലി വരുന്നുണ്ട്. ഒരു കാർട്ടൂൺ പോലെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും ആദ്യം ആ ഒരു പോസ്റ്റർ കണ്ട സമയത്ത് പിന്നാലിരിക്കണ വിജയ് എന്താ ഇങ്ങനെ ഇരിക്കണേ എന്ന് ഞാൻ കുറേ തവണ സൂം ചെയ്തിട്ടൊക്കെ ആക്ച്വലി നോക്കി. അപ്പോൾ എനിക്ക് കുറച്ച് നെഗറ്റീവ് അടിച്ചു, സത്യസന്ധമായി പറയണമല്ലോ, നെഗറ്റീവ് അടിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതലായിട്ട് ജഡ്ജ്മെൻറ്റിലാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറൊരു രീതിയിൽ ചിന്തിച്ച് നോക്കിയ സമയത്ത് ഈ സിനിമ ഏത് ജോൺറയിൽ പെടുന്നതാണ്? സയൻസ് ഫിക്ഷൻ ആണല്ലോ, സയൻസ് ഫിക്ഷൻ ആണ്. അപ്പം സയൻസ് ഫിക്ഷൻ ആയതുകൊണ്ട് തന്നെ ചുമ്മാ ഒരു ഡബിൾ റോൾ എന്ന് പറഞ്ഞിട്ട് ഇവർ ഇറക്കണമെന്നില്ല. ആ പിന്നാലിരിക്കുന്ന ആ ഒരു ക്യാരക്ടറിനും എന്തെങ്കിലും ഒരു പ്രത്യേകത ആക്ച്വലി ഉണ്ടാവും. ഇപ്പോൾ ടൈം ട്രാവലർ എന്ന് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് വളരെ ലീസ്റ്റ് ആയിട്ടുള്ള ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത്. ലൈക്ക് എന്താണ്, ഈ മുമ്പിൽ ഉള്ള വിജയ് തന്നെയാണോ പിന്നാലിരിക്കുന്നത്? ആ രീതിയിലും വേണമെങ്കിൽ ചിന്തിക്കാം. അതൊരു കൺസെപ്റ്റ് പോസ്റ്ററായിട്ട് നമുക്കതിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ സയൻസ് ഫിക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ മുമ്പിലിരിക്കുന്ന വിജയ് ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു റോബോട്ടോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുത്ത എന്തെങ്കിലും ഒരു എന്താണ് വിജയിൻ്റെ തന്നെ രൂപത്തിലുള്ളൊരു പരിപാടി ആയിരിക്കാനുമുള്ള സാധ്യത ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് വെറും പമ്പര വിഡ്ഢിത്തരായിരിക്കാം. പക്ഷേ ആസ് ആൻ ഓഡിയൻസ് ഈ ഒരു പോസ്റ്റർ കണ്ട സമയത്ത് എനിക്ക് പല രീതിയിൽ ചിന്തിക്കാൻ തോന്നി. പലതരത്തിൽ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ആക്ച്വലി ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റർ കണ്ടിട്ട് ഈ പിന്നാലിരിക്കണ വിജയ് എന്തെങ്കിലും ഇരിക്കണേ അയ്യേ കൂറയടി അല്ലെങ്കിൽ കാർട്ടൂൺ പോലെ ഇരിക്കണു എന്നൊക്കെ ഉള്ള രീതി നമുക്ക് വേണമെങ്കിൽ പറയാം. വളരെ പ്ലെയിൻ ആയിട്ട് അത് കണ്ടതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വെച്ച് നമുക്ക് അങ്ങനെ അടിച്ചു വിടാം. പക്ഷേ അങ്ങനെയല്ല. ബിക്കോസ് നമ്മളൊരു സംഭവം കണ്ടിട്ട് അതിനെ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ആ പർട്ടിക്കുലർ സാധനത്തിൻ്റെ പുറകിലുള്ള ഉദ്ദേശം എന്തായിരിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. ആ സിനിമ ഏത് ജോൺറയിൽ വരാൻ വേണ്ടി പോകുന്ന സിനിമയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കണം. അതേപോലെ തന്നെ ആ ഒരു ജോൺറ ഏതാണ് എന്നുള്ളതിനനുസരിച്ചിട്ടുള്ള ജഡ്ജ്മെൻറ്റിലായിരിക്കണം നമ്മൾ ഇതിനെ സമീപിക്കാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പം ഞാൻ മനസ്സിലാക്കിയോർത്തോളം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു സയൻസ് ഫിക്ഷൻ ടൈം ട്രാവലർ കൈൻഡ് ഓഫ് പരിപാടിയൊക്കെയാണ്. മേ ബി ഇതൊരു കൺസെപ്റ്റ് പോസ്റ്റർ ആവാം എന്നും എനിക്ക് തോന്നുന്നുണ്ട്. ഒരു കൺസെപ്റ്റ് ആയിരിക്കും നമ്മുടെ മുമ്പിലേക്ക് ഇത് ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന വിജയ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരിക്കും, ഒരു ഒറിജിനൽ ലുക്കായിരിക്കാം. പിന്നാലിരിക്കുന്നത് എന്ന് പറയുന്നത് മേ ബി ഈ സയൻസ് ഫിക്ഷൻ ആ ഒരു ജോൺറയായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോസ്റ്ററിൽ കണ്ട ആ പിന്നാലിരിക്കുന്ന വിജയ്ക്ക് എന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടാവുമായിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്തെടുത്തൊരു സംഭവമോ അല്ലെങ്കിൽ എന്താണ് പറയുക, ചിലപ്പോൾ ഡബിൾ റോൾ ആയിട്ടുള്ള ഈ പറഞ്ഞ വിജയിൻ്റെ യങ്ങറായിട്ടുള്ള ഒരു വേർഷൻ തന്നെ ആയിരിക്കാം മേ ബി. അപ്പോൾ ടൈം ട്രാവലർ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഇതിൻ്റെ അകത്തേക്ക് കയറി വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലുക്ക് കണ്ടിട്ട് ഈ ഫസ്റ്റ് ലുക്കോ സെക്കൻഡ് ലുക്കോ കണ്ടിട്ട് നമ്മളൊരു സിനിമയെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല, നെഗറ്റീവ് അടിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഓവറായിട്ട് ഹൈപ്പ് അടിക്കേണ്ട കാര്യമില്ല, പോസിറ്റീവും പറയേണ്ട കാര്യമില്ല. നമ്മൾ പോസിറ്റീവും പറയണ്ട, നെഗറ്റീവും പറയണ്ട, മിണ്ടാതിരിക്കുക. ഈ ഒരു പോസ്റ്റർ കണ്ടു, യെസ് ഓക്കെ യെസ് ഇങ്ങനെ ഒരു സംഭവം, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഏതായാലും പടം വരട്ടെ. ഇപ്പോൾ വിജയിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സൂര്യ ഫാനാണ്, ബട്ട് സ്റ്റിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ബിക്കോസ് നമ്മൾ സിനിമ ആസ്വാദകരാണല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഈ പറഞ്ഞ സ്റ്റാർസ് ചെയ്യുക, വെറൈറ്റി ആയിട്ടുള്ള സിനിമകൾ കാണുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ വിജയ്ക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന വിമർശനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഒരേ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് പറയുക ഈ എന്താണ് രക്ഷകൻ കൈൻഡ് ഓഫ് പരിപാടികൾ ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം ഒരുപാട് വിമർശനങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിനൊക്കെ ശേഷം ഇപ്പോൾ ലിയോ ഇറങ്ങിയ സമയത്ത് മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് വന്നത്.
ബട്ട് സ്റ്റിൽ പേഴ്സണലി എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. റിവ്യൂവിൻ്റെ അകത്താണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് പോസിറ്റീവ് റെസ്പോൺസ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ആൻഡ് എനിക്കറിയാം ലിയോ എന്ന് പറയുന്ന സിനിമ കൊണ്ട് ലോകേഷ് ഉദ്ദേശിക്കുന്നൊരു പരിപാടിയുണ്ട്. അവിടെ ഒരു ഉദ്ദേശത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ലോകേഷ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ LCU എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പിലേക്ക് ഈ പറഞ്ഞ ലിയോ ദാസ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ട് മാത്രമാണ് മൂപ്പര് ആ ഒരു ലിയോ എന്ന് പറയുന്ന സിനിമ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളൊരു സംഭവം മാത്രമാണ്. അപ്പം നമ്മൾ ആ തരത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിനിമയെ അക്സെപ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാനും ഒക്കെ പറ്റും. ഞാൻ ആ തരത്തിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ പടം റിലീസ് ആവുന്നതിന് മുമ്പേ ഇത്തരത്തിലുള്ള രീതിയിലും കൂടി എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. ഒബ്വിയസ്ലി ആ സിനിമ കണ്ടിട്ട് നിരാശപ്പെട്ട ആൾക്കാരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ബിക്കോസ് ഓരോ ആൾക്കാർക്ക് പലതരത്തിലുള്ള എക്സ്പെക്ടേഷൻസ് ആണ് ഉണ്ടാവുക. മേ ബി ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ ഈ റോളക്സ് വരുമെന്നും അല്ലെങ്കിൽ കമൽഹാസൻ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. അതൊന്നും കിട്ടാത്തത് കൊണ്ടും ഒക്കെ ഉള്ളൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഒക്കെ മേ ബി ഉണ്ടാവുമായിരിക്കാം. നോ പ്രോബ്ലം. അത് ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ആ ലിയോൻ്റെ അകത്താണെങ്കിലും പാർത്ഥിപൻ എന്ന് പറയുന്ന ആളുടെ ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വിജയൻ്റെ ആ ഒരു പാർത്ഥിപൻ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളി അത് നല്ല ഗംഭീരമായിട്ട് ചെയ്തു. എനിക്കിപ്പോൾ ഇത് സംസാരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് അതിൻ്റെ അകത്തുള്ള ഓരോ സീൻസും എനിക്ക് ഓർമ്മയുണ്ട്. ഫസ്റ്റ് ഹാഫിൻ്റെ അകത്തുള്ള ഓരോ സീൻസും എനിക്ക് ഓർമ്മയുണ്ട്. പ്രത്യേകിച്ച് മറ്റേ ട്രിഷയായിട്ടുള്ളൊരു കോൺവെർസേഷൻ ഉണ്ടല്ലോ, വിജയും ട്രിഷയും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ്റെ അകത്ത് പുള്ളി പെർഫോം ചെയ്തൊരു പരിപാടി ഉണ്ടല്ലോ. ആ ഒരു ഇമോഷണൽ സീനാണെന്നുണ്ടെങ്കിലൊക്കെ പുള്ളി പെർഫോം ചെയ്താൽ ഗംഭീരം. നമുക്ക് വിജയനെ കാണാനേ പറ്റിയിട്ടില്ല. അതുവരെ വിജയൻ്റെ ഇറങ്ങിക്കൊണ്ടിരുന്ന സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു പാർത്ഥിപൻ്റെ ക്യാരക്ടർ. പുള്ളി വളരെ ഗംഭീരമായിട്ട് തന്നെ ലിയോൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നൊരു സംഭവം വിജയ് ലിയോയിലൂടെ ആക്ച്വലി കൊണ്ടുവന്നു. സെക്കൻഡ് ഹാഫിൻ്റെ അകത്ത് പോട്ടെ, അത് വേറെ രീതിയിലേക്ക് ആക്ച്വലി പോയി. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ബട്ട് ഓവറോൾ നോക്കുന്ന സമയത്ത് ലോകേഷിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നൊരു സംഭവം ലിയോൻ്റെ അകത്ത് ഇതായിരുന്നു. ആ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു സംഭവമാണ്. അതെന്തായാലും അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വരുംകാല LCUവിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ ലിയോൻ്റെ ഒരു കൂടുതൽ ക്യാരക്ടർ ഡെപ്തും പരിപാടികളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്തായാലും വരട്ടെ. ഞാൻ പാർത്ഥിപൻ്റെ റോള് കുറച്ചും കൂടി കാണാനുള്ള ആകാംക്ഷയിലൊക്കെയാണ് ആക്ച്വലി ഇരിക്കുന്നത്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് പാർത്ഥിപൻ്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ലെവലിലുള്ളൊരു സംഭവം. ആൻഡ് പുള്ളി ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പരിപാടികളൊക്കെ പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു വിജയ്. ഇപ്പോൾ തലപതി 68 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഗോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഒരു സയൻസ് ഫിക്ഷൻ ടൈം ട്രാവൽ കൈൻഡ് ഓഫ് പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഞാനിത് എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചിരുന്നു. ലിയോ ഇറങ്ങിയ സമയത്ത് പാർത്ഥിപൻ്റെ ക്യാരക്ടർ ഒരു വ്യത്യസ്തത കൊണ്ടുവന്നൊരു ക്യാരക്ടറാണ് വിജയിൻ്റെ. അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു, ലിയോന് ശേഷം വിജയ് ഒരിക്കലും പഴയ രീതിയിലുള്ള കൈൻഡ് ഓഫ് സിനിമകളുമായിട്ട് മുമ്പോട്ട് പോവാതിരുന്നാൽ മതിയായിരുന്നു. പുള്ളി ലിയോന് ശേഷം ചെയ്യേണ്ട പടങ്ങളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സും വ്യത്യസ്തമായിട്ടുള്ള ജോൺട്രയിൽ പെടുന്ന കൈൻഡ് ഓഫ് പരിപാടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കുമെന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയുന്നു. അവരൊക്കെ വിജയ് ഫാൻസാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയുന്ന സമയത്ത് അവർക്കും തോന്നിയിട്ടുള്ള കാര്യമാണ് ശരിയാണ് എന്നുള്ളൊരു സംഭവം. കറക്റ്റാണ്. കാരണം നമ്മൾ സിനിമാ പ്രേമികളാണ്. ഒബ്വിയസ്ലി നമ്മൾ ഈ നടന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളൊക്കെ തന്നെയായിരിക്കുമല്ലോ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ തലപതി 68 വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന സിനിമ എന്തായാലും ഗംഭീരമാവട്ടെ. നമ്മൾ ഗംഭീരമാവട്ടെ എന്ന് തന്നെയല്ലേ. ഗംഭീരമായാലും നമുക്ക് കാര്യമുള്ളൂ. ബിക്കോസ് നമ്മുടെ ഒരു ടൈം മാറ്റി നമ്മുടെ ഒരു പൈസ മാറ്റി വെച്ചിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഒബ്വിയസ്ലി നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അപ്പോൾ എന്തായാലും ഒരു ഗംഭീര സയൻസ് ഫിക്ഷൻ ഫിലിം ആവട്ടെ, വിജയൻ്റെ അടുത്തൊരു ഗംഭീര ക്യാരക്ടർ ആവട്ടെ, നമുക്കൊരു പുതിയൊരു അനുഭവം ആയി മാറട്ടെ തലപതി 68 എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇവിടെ നിന്ന് ആശംസിച്ച് അവർ കേൾക്കുകയൊന്നുമില്ല. നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള ആശംസകൾ അടിച്ചു വാരി വിതറുന്നു എന്ന് മാത്രം. പിന്നെ വെങ്കട് പ്രഭുവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മൂപ്പരുടെ കഴിഞ്ഞ സിനിമ ഏതാ? നമ്മുടെ മാസിറാമണി. കഴിഞ്ഞ സിനിമയല്ല, സൂര്യയെ വെച്ചിട്ട് മൂപ്പര് ഒരു പടം എടുത്തിട്ടുണ്ട്, മാസിറാമണി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനൊരു സൂര്യ ഫാനാണ്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരു തരത്തിലും ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു കൈൻഡ് ഓഫ് സിനിമയായിരുന്നു മാസിറാമണി. പക്ഷെ അതിന് മുമ്പ് വെങ്കട് പ്രഭുവിൻ്റെ സിനിമ മറ്റേ മങ്കാത്ത ഉണ്ടായിരുന്നു. അതിൻ്റെ റേഞ്ച് നമുക്കറിയാം, വേറെ ലെവൽ ഐറ്റം ആയിരുന്നു. അപ്പോൾ നമുക്കൊരു ഡയറക്ടറെ കഴിഞ്ഞ സിനിമകൾ വെച്ച് ജഡ്ജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ സംവിധായകൻ്റെ കയ്യിൽ എന്തായാലും ഐറ്റം ഉറുക്ക്, ആ ഐറ്റം പുറത്തേക്ക് വരട്ടെ. എന്തായാലും ഈ സിനിമയിലൂടെ അടുത്തൊരു ഗംഭീര സാധനം കാണാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തലപതി. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് കേട്ടോ, ഈ എല്ലാ തലപതി ഫാൻസും എല്ലാ സൂര്യ ഫാൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്നവരാണെന്ന്. അങ്ങനെയൊന്നുമില്ല. നല്ല
ഫാൻസും ഉണ്ട്, വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവായി നിൽക്കുന്ന ഫാൻസ് ആക്ച്വലി ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ചുമ്മാ ചളിവാരി എറിയാൻ വേണ്ടിയിട്ട് കുറേ തീട്ടക്കണ്ടുകളുണ്ട്, ടോക്സിക് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ആ ടോക്സിക് ആയിട്ടുള്ള ഐറ്റംസ് ഉള്ളത് കൊണ്ടാണ് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അടി നടക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് ആ ഒരു ഫാനിസത്തിൻ്റെ പേരിൽ നേരത്തെ കൂട്ടിയിട്ട് ഭയങ്കര ജഡ്ജ്മെൻറ്റലായിട്ട് ചളിവാരി എറിയാനൊന്നും ആരും നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോൾ സൂര്യയുടെ കങ്കു ഇറങ്ങുന്ന സമയത്ത് വിജയ് ഫാൻസ് ആയിക്കോട്ടെ, ഈ വിജയിൻ്റെ ഈ പറഞ്ഞ ഗോട്ട് ഇറങ്ങുന്ന സമയത്ത് സൂര്യ ഫാൻസ് ആയിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയണ്ട. സിനിമകൾ വരട്ടോ, സിനിമകൾ കാണാം, നമുക്ക് അത് എൻജോയ് ചെയ്യുക അല്ലേ നല്ലത്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ കേട്ടോ. ടേക്ക് കെയർ, ബൈ ബൈ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഈ വഴി വരികയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ സിനിമയെക്കുറിച്ചിട്ട് ഇതിൻ്റെ പോസ്റ്റർ കണ്ടിട്ട് പേഴ്സണലി എനിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. പിന്നെ വേറെന്താ തല്ലപ്പത്തേ, ഇത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ പടം ഏതാ? ഗോട്ട് കഴിഞ്ഞിട്ട് പുള്ളിയുടെ പടം ഏതാ? ആരെ വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? ലോകേഷ് എപ്പോഴാണ് ലിയോൻ്റെ വെച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ലോകേഷിൻ്റെ കാര്യമായിട്ട് ഞാനിരുന്ന് ആലോചിച്ച് നോക്കട്ടെ. മൂപ്പർക്ക് എന്തോരം മണ്ട പോയിക്കണോ അല്ലേ? എന്തൊക്കെ ഇനി മുമ്പോട്ട് വരാറുണ്ട് പുള്ളിയുടെ സിനിമകൾ. ഇടയിൽ മൂപ്പരുടെ ശിഷ്യന്മാരുടെ സിനിമ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു? അത് എന്താ ഫൈറ്റ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഹെവി സാധനം, കിട്ടില്ലൻ സിനിമ, റേഞ്ച് സാധനം. അത് കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ലോകേഷിൻ്റെ ശിഷ്യന്മാരാണ് ചെയ്തതെന്ന് പറയില്ല. ലോകേഷിന് റേഞ്ച് നമുക്ക് ആക്ച്വലി അറിയാലോ. ഞാനത് ഇതായിട്ട് പറഞ്ഞതാണ്. ശിഷ്യന്മാരാ ചെയ്തത്, അവർ വളർന്ന് വരട്ടെ, ഗംഭീരമായിട്ട് വരട്ടെ. ലോകേഷാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അതെന്തായാലും നല്ല ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അതാണെന്നേ ഈ പണിയറിയാവുന്ന സംവിധായകർ പടം പഠിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമുക്ക് ആ സംവിധായകരുടെ ഒരു സൈന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ്. ഇപ്പോൾ എല്ലാ സംവിധായകരും അടിപൊളിയാണ്. എല്ലാ നടന്മാരും ആ നടന്മാരുടേതായിട്ടുള്ള കഴിവുകൾ ആക്ച്വലി ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും പൾസ് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രേക്ഷകരാണെങ്കിലും ഹാപ്പി ആവും. ഇപ്പോൾ ഈ പറഞ്ഞ തലപതി 68 ഈ ഗോട്ട് ഈ സെക്കൻഡ് ലുക്ക് പോസ്റ്ററിനെ കുറിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നു, ഫ്രണ്ടിലിരിക്കണ വിജയ് ഗംഭീരമായിട്ടുണ്ട്, പിന്നാലിരിക്കണ വിജയിനെ കുറച്ചൊരു വിമർശനാത്മകമായിട്ട് ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു പോസ്റ്റർ കണ്ടിട്ട് അങ്ങനെ നെഗറ്റീവ് പറയണതിൽ അർത്ഥമില്ല. ഈ സിനിമ വരണ സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ട്രെയിലറോ ടീസറോ പരിപാടികളോ ഒക്കെ അടുത്ത അപ്ഡേറ്റുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ആ പിന്നാലിരിക്കുന്ന ചങ്ങായും കൊണ്ട് എന്താ ഉദ്ദേശിക്കണേ, ആ ക്യാരക്ടർ എന്താ അതിൻ്റെ അകത്ത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സിനിമയും കൂടി ഇറങ്ങട്ടെ, അതിനൊക്കെ ശേഷം നമുക്ക് ഭയങ്കരമായിട്ട് ജഡ്ജ്മെൻ്റൽ ആവാം. ബിഫോർ ദാറ്റ് വി കാൺ ബി ജഡ്ജ്മെൻ്റൽ. അപ്പോൾ ലെറ്റ്സ് സി. അപ്പോൾ എന്തായാലും ഇതൊരു കൺസെപ്റ്റ് പോസ്റ്ററായിട്ട് നമുക്ക് കാണാം. ഒരു സയൻസ് ഫിക്ഷൻ ആണത്. തലപതിയുടെ ക്യാരക്ടർ ഡബിൾ റോളാണ്. അപ്പോൾ പിന്നാലിരിക്കുന്ന ആളാരാ അത് മാറ്റി നിർത്ത്, അത് ജഡ്ജ് ചെയ്യണ്ട. ഉമ്മർത്തിരിക്കുന്ന തലപതിയുടെ മെയിൻ ക്യാരക്ടർ, പിന്നാലിരിക്കുന്ന ഡുവൽ റോളാണ് നമുക്കറിയാം. പിന്നാലിരിക്കുന്ന ആളെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ലുക്ക് കണ്ടിട്ട് നമ്മളത് ഇങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. പിന്നാലിരിക്കണ ചങ്ങായി ഇതിൻ്റെ അകത്ത് എന്തായിട്ടാന്നുള്ളതൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണോ, വിജയ് ഉണ്ടാക്കിയെടുത്തൊരു റോബോട്ട് പോലൊരു സാധനമാണോ, അല്ലെങ്കിൽ ടൈം ട്രാവൽ സെറ്റപ്പ് പോലെ പാസ്റ്റ് വിജയ് പ്രസൻറ്റ് വിജയ് പരിപാടിയാണോ, നമുക്ക് അറിയാം. അത് വരട്ടെ ബാക്കി. അപ്പോൾ ശരി എന്നാൽ.